ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം 23-ാം തീയതി. ദാനത്തിൻ്റെ മാഹാത്മ്യം അത് സ്വീകരിക്കുന്നവൻ്റെ ആവശ്യസ്ഥിതിയെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യധികമായ കഷ്ടാവസ്ഥയിൽ ഇരിക്കുന്നവരെ സഹായിച്ചാൽ കൂടുതൽ പ്രയോജനം ദാതാവിന് ലഭിക്കുമെന്നത് നിശ്ചയം തന്നെ. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കാൾ കഷ്ടാവസ്ഥയിൽ ഉൾപ്പെട്ടവർ ആരും തന്നെയില്ല. ആകയാൽ അവരെ ഉദ്ദേശിച്ച് ദാനം ചെയ്യുന്നത് അവർക്കും നമുക്കും ഒരുപോലെ പ്രയോജനകരമാകുന്നു. ദാനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഏറെ പ്രയോജനകരമായതിനാൽ അത് തക്ക വിധത്തിൽ ചെയ്യണം. മനുഷ്യൻ ചാവദോഷത്തോടു കൂടി ചെയ്യുന്ന സൽകൃത്യങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകരിക്കുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാൻ ഭാവിക്കുമ്പോൾ കുമ്പസാരിക്കാൻ സൗകര്യമില്ലാത്ത പക്ഷം ചെയ്തിരിക്കുന്ന പാപങ്ങളെപ്പറ്റി പൂർണ്ണമായി മനസ്താപപ്പെട്ടുകൊണ്ടെങ്കിലും നാം അത് ചെയ്യണം. നീ ദാനം ചെയ്യുമ്പോൾ കപടഭക്തർ തങ്ങൾ മനുഷ്യരാൽ സ്തുതിക്കപ്പെടുവാനായി ജപസ്ഥലങ്ങളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നിന്റെ മുൻപാകെ കുഴൽ വിളിക്കരുത്. അവർ തങ്ങളുടെ പ്രതിഫലം പ്രാപിച്ച് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നീ ദാനം ചെയ്യുമ്പോൾ നിന്റെ വലത് കൈ അറിയരുത്. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് ഈശോ മിശിഹ അരുളി ചെയ്തിരിക്കുന്നു. ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥയ്ക്കും ശക്തിക്കും തക്ക പോലെ ദാനം ചെയ്യണം. ഈ വിഷയത്തിൽ വലിയ തോബിയാസ് തൻ്റെ മകനോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ മകനെ, നിന്റെ ശക്തിക്കൊത്തവണ്ണം ദാനം ചെയ്യുക. നിനക്ക് അധികമുണ്ടെങ്കിൽ അധികമായിട്ട് കൊടുക്കുക. കുറച്ചേയുള്ളൂവെങ്കിൽ അല്പമായിട്ടെങ്കിലും സന്തോഷത്തോടു കൂടി നീ കൊടുക്കണം. സഹോദരന്മാരെ, നിങ്ങളും ആത്മാക്കളെക്കുറിച്ച് ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ജപം. സർവശക്തനായ ദൈവമേ, അങ്ങേ പക്കൽ പ്രാർത്ഥിച്ചു വരുന്നവരെ എപ്പോഴും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടുകൂടെ കേട്ടരുളയണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവനോടുകൂടി ഇരുന്നപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു. അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തരുളയണമേ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഗദ്സമനിയിൽ നീ ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, നിന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നീ ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ
ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്നായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിവിധമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവദൂതന്മാരും മുഖ്യ ദേവദൂതന്മാരുമായ സകല മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നവവൃന്ദ മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്നാപയോഹനാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ എസ്തപാനോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലൗറന്തിയോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗ്രിഗറിയോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അംബ്രോസീസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഇറാനിമോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെത്രാന്മാരും വന്ദകരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദപാരംഗതന്മാരായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്യാസികളും തപോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം മക്ലേനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കത്രീനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ബാർബറായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളും വിധവകളുമായ സകല വിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പാപങ്ങൾ പുറത്തരുളേണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ.
അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ ചോര വിയർപ്പയെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുകുരിശിനെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ 5 തിരുമുറിവുകളെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപികയായിരുന്ന മറിയം മഗ്ദലനാക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ സഹോദരർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലവും കൽപ്പിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപദൂക്ഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേ കണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സർവേശ്വരപുത്ര, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കൃപയുടെ ഉറവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളേണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളേണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേട്ടരുളേണമേ. ഞങ്ങളുടെ അപേശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ. പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളേണമേ. എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ, ഈ അപേക്ഷയെ കരുണയോടെ കേട്ടരുളേണമേ. നിത്യപിതാവേ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച്
അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ, സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിപ്പാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളണമേ. നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുഹൃത ജപം. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ. ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ അനുസ്മരിച്ച് ദാനം ചെയ്യുക. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.